രാം നാരായണ രാം. ഇന്നത്തെ വേഗതയുള്ള ജീവിതത്തിൽ ഓരോ വ്യക്തിയും മറ്റൊരാളെ കവിഞ്ഞു പോകാനുള്ള പോരാട്ടത്തിൽ ഒതുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആശ്വാസത്തിന്റെ രണ്ടോരിന്റെ നിമിഷവും ഇന്ന് ആരും അനുഭവിക്കുന്നില്ല. ഇത്തരത്തിൽ നമുക്ക് എല്ലാവർക്കും ആത്മവിചാരണം ചെയ്യുകയും നമ്മുടെ അന്തഃശോധന കേൾക്കുകയും നമ്മുടെ വിവേകത്തിന്റെ വാക്കുകൾ മാനിക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തനമാക്കിയാലും നിങ്ങളുടെ വിവേകം എപ്പോഴും നിങ്ങളെ ശരിയായ മാർഗത്തോട് തന്നെ നയിക്കും. അതിനാൽ എല്ലായ്പ്പോഴും നിങ്ങളുടെ വിവേകത്തിന്റെ വാക്കുകൾ പാലിക്കുക, നിങ്ങളുടെ അന്തഃശോധന കേൾക്കുക. ഇന്നത്തെ സാഹചര്യത്തിൽ ഓരോ വ്യക്തിയും സന്തോഷത്തിന്റെ കുറിയുള്ളതും ആശ്വാസത്തിന്റെ തേടലും നടത്തുന്നുണ്ട്. ഈ സന്തോഷം നേടാൻ നമ്മൾ പല ഭാഗങ്ങളിൽ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ മറന്നുപോവുകയാണ്, ഈ സന്തോഷവും ആശ്വാസവും നമുക്ക് ഉള്ളിലേക്ക് തന്നെയാണ്. നിങ്ങൾ വെറും രാം നാരായണ രാമിന്റെ നാമവുമായി ബന്ധിപ്പിക്കാൻ ആവശ്യമാണ്. ശേഷം നിങ്ങൾ കാണുക നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ സന്തോഷം അനുഭവപ്പെടുന്നുവെന്ന്. രാം നാരായണ രാമിൽ മുഴുവൻ ബ്രഹ്മാണ്ടവും ഉൾക്കൊള്ളുന്നു. ഈ നാമം നമ്മുടെ ജീവിതം മുഴുവൻ മാറ്റുന്നു. നമ്മുടെ മനസ്സിൽ നിന്ന് എല്ലാ ഭയങ്ങളും അനാഘാതങ്ങളും നീങ്ങുകയും സമൃദ്ധിയും സന്തോഷവും അനുഭവപ്പെടുന്നതാണ്. ആകാശം പ്രകൃതിയും സൃഷ്ടിയുമാണ് നിർമ്മിച്ചത്. സൃഷ്ടിയിൽ നിന്നുള്ളവരാണ് നമ്മൾ എല്ലാവരും. എല്ലാം പരസ്പര ബന്ധിപ്പിച്ചിരിക്കുന്നു. ഈ ബന്ധങ്ങളിലൂടെയാണ് നമുക്ക് ഊർജം ലഭിക്കുക. നമ്മുടെ ചൈതന്യവും വിവേകവും ഉയർന്നുവരുന്നു. മനുഷ്യൻ എന്തെങ്കിലും ചെയ്യുന്നിടത്തും അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള നിർണയം നമ്മളുടെ വിവേകം നൽകുന്നു. നമ്മുടെ ഉള്ളിലുള്ള വിവേകം തന്നെയാണ് നമ്മുടെ മനസ്സിന്റെ പ്രകാശം. അത് നമുക്ക് എല്ലാം അറിയിക്കുകയാണ്. തെറ്റായ ഒന്നും ചെയ്യുമ്പോൾ അത് നമുക്ക് അവബോധം നൽകുകയും ഇത് തെറ്റാണ്, അത് ചെയ്യരുത് എന്ന് നമ്മെ മുന്നറിയിപ്പ് നൽകുന്നു. രാം നാരായണ രാമിന്റെ ജപം നിങ്ങളുടെ ജീവിതം മാറ്റുന്നു. അത് നിങ്ങളുടെ ജീവിതത്തെ രക്ഷിക്കും. ഈ നാമത്തിൽ അവശേഷിക്കുന്ന ശക്തി, അതിനൊപ്പം നിങ്ങളുടെ ആത്മാവിന്റെ നേരിട്ടുള്ള അനുഭവം ഉണ്ടായിരിക്കും. നാം എല്ലാവരും ഈ അനന്ത ബ്രഹ്മാണ്ടിന്റെ ആഗോള കുടുംബമാണ്. ബ്രഹ്മാണ്ടിൽ നിന്നുള്ളവരാണ്. അനേകം ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, ജീവജാലങ്ങൾ, പൂച്ചകൾ, മൃഗങ്ങൾ, അണുക്കൾ എല്ലാം ഈ ലോകത്ത് ജീവിക്കുന്നവരാണ്. എല്ലാം ചൈതന്യവും സൃഷ്ടിപരവുമാണ്. ബ്രഹ്മാണ്ടം ആരെയും പുറത്താക്കുന്നില്ല. ബ്രഹ്മാണ്ടം തന്നെ രാം നാരായണ രാമിന്റെ ആധാരമാണ്. നമ്മുടെ ശരീരം ഒരു സമന്വിത യന്ത്രമാണ്, ഒരു പ്രവർത്തനമായ സംഗതി, എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്ന യൂണിറ്റ് ആകുന്നു. അടുത്ത ബന്ധമുള്ള എല്ലാ അംഗങ്ങളും ചേർന്ന് ഓരോന്നും സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ജീവിക്കുന്ന ഉപകരണം നിർമ്മിക്കുന്നു. ഈ ലോകത്തും ബ്രഹ്മാണ്ടിലും അനേകം ആത്മാക്കൾക്ക് അടിസ്ഥാനമായ ആവശ്യങ്ങൾ ലഭ്യമല്ല. ഫലമായി ആളുകൾ അന്യായങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങൾ ചെയ്യുന്നു, തെറ്റായ പ്രവർത്തനങ്ങളിൽ വീഴുന്നു. അവരുടെ വിഷമം ഹൃദയവും ആത്മാവുമുള്ള ആഴത്തിലുള്ള ക്ഷാമത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. രാം നാരായണ രാമിന്റെ നാമത്തിലെ സർഗവും സൃഷ്ടിയും അനേകം ജീവജാലങ്ങളെ ജനിപ്പിക്കുന്നു. ആകാശത്ത് അനേകം ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ജീവലോകങ്ങളും പ്രവർത്തനങ്ങളും സൃഷ്ടികളും നിലനിൽക്കുന്നു. ഇപ്പോൾ ഒരു അത്യന്താപേക്ഷിത സമയമാണ്. എങ്ങനെ ഈ അശാന്തി നീക്കം ചെയ്ത് ഒരു സുസ്ഥിര, ധാർമ്മികമായ സമൂഹം ഉണ്ടാക്കാം? ഇത് സാധ്യമാണ്. നിങ്ങൾ നിങ്ങളുടെ വിവേകത്തെ കേൾക്കുകയും പ്രകൃതിയുമായി ബന്ധിപ്പിക്കുകയും രാം നാരായണ രാമിന്റെ ജപം നടത്തുകയും ചെയ്യുമ്പോൾ.